Yes. No. Yes. No. Yes. No. Now take a deep breath. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ പറയുന്ന രണ്ട് വാക്കുകളാണ് യെസ് ആൻഡ് നോ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തിന് യെസ് പറയുന്നു, ആരോട് യെസ് പറയുന്നു, എന്തിനു വേണ്ടി യെസ് പറയുന്നു, വെൻ എപ്പോൾ പറയുന്നു, വൈ, വേർ, ടു ഹൂം. Take a deep breath. You may please note, സിൻസിയറായി യെസ് പറയാനും ഡിപ്ലോമാറ്റിക്കായി നോ എന്ന് പറയാനും നിങ്ങൾക്ക് കഴിയണം. അതായിരിക്കണം നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Now tell me. ഇനി ഈ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിറഞ്ഞു തുളുമ്പണം. ചേട്ടൻ ബാഹുബലി സിനിമ എന്റെ പൊന്നെ ആരോ വിളിക്കുന്നു. ഒരു മിനിറ്റ്, എന്റെ ദേവസ്ഥാനം വിളിക്കണ്ടേ. ഒന്ന് അപ്പുറത്തേക്ക് ഇരിക്കാം. വലിയ ഉപകാരം. ആ ഷാജിയുടെ അവിടെ നിന്ന് പെയിന്റ് വാങ്ങിച്ചാൽ മതി. ഇവിടെ ഇരുന്നോട്ടെ. എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ആ ശരി. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ചിലപ്പോൾ കാര്യം ഉണ്ടാവും. കാശ് കൊടുക്കാനുള്ള രൂപ പറയാൻ പറ്റുമോ? എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി. അതല്ലേ. എന്ത് ചെയ്യുന്നു? എനിക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു, അതിപ്പോ പൂട്ടി. നിങ്ങൾ എന്ത് ചെയ്യുന്നു? എനിക്ക് വർക്ക്ഷോപ്പാ, പൂട്ടിയിട്ടില്ല. ഗൾഫിൽ പോകാൻ നോക്കുന്നുണ്ട്. എവിടെ താമസിക്കുന്നു? ഞാൻ മുളകാട് പാലമില്ലേ, അതിനടുത്താ. ഞാനിവിടെ പമ്പ് ജംഗ്ഷനിൽ തന്നെയാ. ആ പെട്രോൾ പമ്പില്ലേ, അതിന്റെ അടുത്ത്. പേര് ഗിരി പോയി. നിങ്ങളോ? ഞാൻ ക്ലീറ്റസ്. വേറെ എന്തെങ്കിലും മനസ്സിലായി? ബില്ലൊന്നിച്ചാണല്ലേ? അല്ല, ഒരുമിച്ച് എടുത്തു. കുഴപ്പമില്ല. ഞാൻ നോക്കണേ ഇനി. ഇതാ നമ്മുടെ കൊട്ടാരം. കേറിട്ട് പോ. ഇല്ല, ഞാൻ പിന്നീട് ഒരു ദിവസം വരാം. രാത്രിയായില്ലേ? ശരി. ഹലോ ഗിരിയേട്ടാ. എന്താ വിളിച്ചത്? ഗിരിയേട്ടന്ന്. ഹൗ ചിരിച്ചല്ലോ. ഞാനിപ്പോ പുറത്താണ്. ഞാൻ വീട്ടിലെത്തിട്ട് തിരികെ വിളിക്കാം. വിളിക്കൂലേ? ഓ, തെണ്ടി അടുത്തുണ്ട്. വീഡിയോ കോളിൽ പിന്നെ വരാം. എന്റെ ശ്രീകാന്തെ, അവനെ നോക്കി എന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് മാസാമാസം തരാനുള്ള വാടക പോലും തരാത്തവനാ. പിന്നെ അതിന്റെ കാശ് ശ്രീകാന്ത് കാശ് കടം കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു മേടിക്കാൻ അറിയാം. നല്ല വകുപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഒന്നുമില്ല. സൗണ്ട്ലെസ് വണ്ടി, പാതിരാത്രിക്കുള്ള മിസ്ഡ് കോളും, അണ്ണന്റെ ടൈം. ഒന്ന് പോ ശ്രീകാന്തെ.
ഞാനിതൊന്ന് നടക്കട്ടെ. ഹലോ ആ മൂപ്പര് ഉറങ്ങിയോ ഏ ആണാ പുരുഷ യുദ്ധത്തിന് പോയാ ആ എന്റെ പൊന്നെ ദാ ഗിരി, 1 മണിക്കൂർ നിനക്ക് വേണ്ടി ഞാനിവിടെ പോസ്റ്റ് ആയിട്ട്. ശ്രീകാന്ത്, മൊബൈലിൽ വിളിച്ചാൽ സ്വിച്ച് ഓഫ്. കാശ് അവിടെ. എനിക്ക് ചിട്ടി വിളിച്ചൊരു 30,000 രൂപ നാളെ കിട്ടും. ഞാൻ നാളെ തന്നെ കൊണ്ടുവന്ന് തരാം. അതുകൊണ്ട് എന്താവാനാണ്? കൊലത്തും എടാ പലിശ മാത്രം 50,000 രൂപ. നീ വെറുതെ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കണ്ടോന്ന്. ഗിരി, നീ വെറുതെ എന്നോട് ഉടായ്പ കാണിക്കില്ല കേട്ടോ, പറഞ്ഞേക്കാം. എനിക്കെന്റെ കാശ് വേണം. ആ അത് വാങ്ങിക്കാനും എനിക്കറിയാം. ഇപ്പൊ പോയ ശ്രീകാന്തില്ലേ, കൂതറയ്ക്ക് കഞ്ഞി വെച്ചവനാ. ഓ, അവൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയ അതെനിക്ക് ബുദ്ധിമുട്ടാവും. സൈലൻസാ എനിക്കിഷ്ടം. ആയിക്കോട്ടെ. അഹങ്കാരത്തിനൊരു കുറവുമില്ല. എൻ്റെ വാടകയുടെ കാര്യം എന്താടാ? അടുത്ത ആഴ്ച തരാടോ. തരില്ല നീ. നിന്റെ കടയുള്ളപ്പോൾ നീ തന്നിട്ടില്ല, പിന്നെ കടയും പൊട്ടി കുത്തോളം എടുത്തിരിക്കുന്ന നീ എങ്ങനെ തരും? പറടാ. എന്താ ഒന്നും മിണ്ടാത്തെ? തനിക്ക് സൈലൻസ് അല്ലേ ഇഷ്ടം? നീ അധികാരമേ കയറ്റം കയറൂല. ആ എന്താടി? ആ നീ കഴിച്ചിട്ട് കിടന്നു, ഞാൻ വന്നോളാം. ഓക്കെ. ആ ഹലോ, അതെ, കിടക്കല്ലേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വന്നോളാം.